എന്തായി മോളെ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ? അതൊന്നും ശരിയാവില്ല അമ്മേ. അതൊരു വലിയ കമ്പനിയാ, നമുക്ക് പറ്റുന്നതല്ല. മാത്രമല്ല അവർക്കിപ്പോ ആളെ വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആ പ്രതീക്ഷയും മറക്കാം. വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി. ഒന്ന് വിശദമായിട്ട് പറ ചേച്ചി. ജോലി ഉറപ്പാണെന്ന് പറഞ്ഞില്ലേ ചേച്ചി ഇവിടുന്ന് പോയത്? പിന്നെ ഇപ്പൊ എന്ത് പറ്റി? പറ്റിയതല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ നീ കിണ്ടി കിണ്ടി ചോദിക്കുന്നേ? ഒന്നാമതേ നല്ല തലവേദന, എനിക്കൊന്ന് കിടക്കണം. ഞാനൊന്ന് കിടക്കട്ടെ. ഷടാ, ഇതിന് ദേഷ്യപ്പെടാൻ മാത്രം ഞാനെന്താ ഇപ്പൊ ചോദിച്ചത്? പാവം, അവക്കെങ്കിലും ഒരു വഴിയുണ്ടാവുമെന്ന് കരുതിയതാ, അതും മുടങ്ങി. ശാരികയുടെ പഠിപ്പ് വെച്ച് അവൾക്ക് ചില പരിമിതികളൊക്കെ ഇല്ലേ ശാരദാമ്മ? ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് പോലും ഇപ്പൊ AA ഡോക്ടറേറ്റും ഒക്കെയാ. അതുമാത്രമല്ല, ശാരികയ്ക്ക് ചെറിയ ശമ്പളത്തിൽ ജോലി കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരുവോ? ഒരിക്കലുമില്ല. ശാലിനിയുടെ സിവിൽ സർവീസ്, ശ്യാമയുടെ പഠിപ്പ്, കുടുംബശ്രീ ഹോട്ടലിന് കൂടുതൽ സൗകര്യങ്ങൾ, സ്വപ്നങ്ങൾ പിന്നെയും ബാക്കി കിടക്കല്ലേ? അതിനേക്കാളൊക്കെ ഉപരിയായി രാജേശ്വരിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ 3-ാം തീയതി ഇങ്ങടുത്തു. അന്നത് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞത് എന്റെ അനന്തരവൾ ശ്രീരഞ്ജിനിയാ. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റാതാകും. അതാണ് ഞാനിവിടെ വന്ന് ഇതൊക്കെ പറയുന്നത്. ശരി ശരി, ഇനിയിപ്പൊ അധികം ഒന്നും ആലോചിക്കാനില്ല കുറുപ്പ് സാറേ. 10 ലക്ഷമല്ല, 10 രൂപയ്ക്ക് പോലും കുടുംബശ്രീയിൽ ഇപ്പൊ പൊന്നും വിലയാ. ശാരദാമ്മ ബ്ലൂ ഡയമണ്ടിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന് ചേരുന്നു തീരുമാനിക്കുന്നു. കുറുപ്പ് സാറിന് പേര് രജിസ്റ്റർ ചെയ്യാം. അല്ലാതെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അമ്മേ രാജേശ്വരിക്കുള്ള 10 ലക്ഷം? ഇനി എവിടെന്നെങ്കിലും കടവും കാവലും വാങ്ങിക്കാന്ന് വെച്ചാൽ തന്നെ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതിനുവേണ്ടി പണിയെടുത്ത് അമ്മയുടെ നടുവൊടിയും. ഇങ്ങനൊരവസരം മുന്നിലുള്ളപ്പോ നമ്മളത് വിനിയോഗിക്കണം. ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള നിലയിലെങ്കിലും അതിൽ പങ്കെടുക്കുന്നത് നല്ലതാ. വെരി ഗുഡ്. അപ്പോ അങ്ങനെ തന്നെയെന്ന് തീരുമാനിക്കാം. വെറും ഭാഗ്യപരീക്ഷണമല്ല, ഭാഗ്യം തന്നെയാ മുന്നിൽ വന്നതെന്ന് കൂട്ടിക്കോളൂ. ശാരദാമ്മ പാചക മത്സരത്തിന് ചേരും മുമ്പ് തന്നെ ജയിച്ചു കഴിഞ്ഞു ഈ കുടുംബശ്രീ. എന്നാ ഞാനിപ്പൊ തന്നെ പോയി കുടുംബശ്രീ ശാരദാമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്യട്ടെ. നീ എന്താ കുറെ നേരമായിട്ടൊന്നും മിണ്ടാത്തെ? അർജുനേട്ടനെ എങ്ങനെ ഈ വീടിന് പുറത്തു കടത്തുന്നുള്ളൊരു ടെൻഷനാ. ഒപ്പം അർജുനേട്ടൻ പോകുകയാണെന്നുള്ളൊരു സങ്കടവും. ഹേ, അതൊന്നും സാരമില്ല. നമുക്കൊരു രാത്രി കൂടി കിട്ടിയിരിക്കല്ലേ? അതെ, ഈ രാത്രി അവസാനിക്കരുതെന്നാ എന്റെ ആഗ്രഹം. അയ്യോ, അപ്പൊ നമുക്ക് വിശക്കില്ലേ? പിന്നെ എനിക്ക് കോടതിയിലും പോണം. കോടതിയിൽ പോയാലേ എനിക്ക് ഫീസ് കിട്ടൂ. അതുകൊണ്ടല്ലേ ജീവിക്കാൻ പറ്റൂ. ഞാൻ പോയില്ലേ പിന്നെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന കക്ഷികളും ജൂനിയേഴ്സും ഒക്കെ എന്ത് ചെയ്യും? കോടതിയെയും കക്ഷികളെയും ജൂനിയേഴ്സിനെയൊക്കെ വിട്ടേക്ക് അർജുനേട്ടാ. ഇപ്പൊ ഞാനാണ് അർജുനേട്ടന്റെ ഏക കക്ഷി, ജൂനിയറും ജഡ്ജും ഒക്കെ. മനസ്സിലായോ? യെസ് യുവർ ഓണർ. ഹലോ പ്രീതി, വാതിൽ തുറക്ക്. നേരത്തെ കിടന്ന് ഉറങ്ങിയോ നീ? സുസ്മിതയാണല്ലോ. പ്രീതി, ഇപ്പൊ വാതിൽ തുറന്ന് അവൾ റൂമിലേക്ക് കയറി വരില്ലേ?
വരുത്താതിരിക്കാൻ എന്നെ പരമാവധി നോക്കാം. എന്നാലും ഒരു സേഫ്റ്റിക്ക് അർജുനായിട്ട് ബാത്റൂമിൽ കയറി നിന്നോ. ലൈറ്റ് ഇടണ്ട. പ്രീതി, സ്വന്തം മൊബൈലും കയ്യിലെടുത്ത് വെച്ചോ. എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാലേ എനിക്ക് റൂമിന്റെ പുറത്തു പോകേണ്ടി വന്നാ ഞാൻ മെസ്സേജ് അയക്കാം. അർജുനായിട്ട് വന്ന് കതക് ലോക്കാക്കിയാൽ മതി. ഓക്കെ. പ്രീതി, ഉറങ്ങിയോ? പ്രീതി, എന്താ സുസ്മിതേ? ഒന്ന് മാറ് പ്രീതി. എനിക്ക് റൂമിൽ കയറാൻ വിലക്കൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞ കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. പ്രീതി എപ്പോഴും ഈ റൂം അടച്ചിരിക്കുക. അകത്തേക്ക് ഞങ്ങൾക്കെല്ലാം പ്രവേശനം നിഷേധിച്ച പോലെ. അല്ല, രഹസ്യമായിട്ട് ഇവിടെ നിധിയൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ലല്ലോ അല്ലേ? അതൊക്കെ സുസ്മിതയ്ക്ക് വെറുതെ തോന്നുന്നതാ. എനിക്കിന്ന് നേരത്തെ ഉറക്കം വന്നു. ഏയ്, തോന്നലൊന്നുമല്ല. ഞാൻ പ്രീതിയെ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. അല്ല, എപ്പോഴും എങ്ങനെയാ പ്രീതി ഈ റൂം അടച്ച് ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്കാണെങ്കിൽ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന അപ്പ ബോറടിക്കും. വിഷ്ണുവേട്ടൻ ഭയങ്കര തിരക്കല്ലേ? മൊബൈലൊക്കെ എത്ര നേരാ നോക്കിയിരിക്കുന്നേ. അതാ പ്രീതിയോട് കുറച്ചു നേരം സംസാരിക്കാന്ന് വെച്ച് ഞാൻ വന്നേ. ഈ പിശാച് പോന്ന ലക്ഷണമില്ലല്ലോ. ഹാ, വാ. അല്ല പ്രീതി, പ്രീതിക്ക് ഈ ഓജോ ബോർഡിനെ പറ്റി എന്താ അഭിപ്രായം? ഓജോ ബോർഡോ? ആ, ഒരു മെഴുകുതിരി മാത്രം കത്തിച്ചു വെച്ച് ഒരു നാണയവും വെച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന പരിപാടിയെ പറ്റി കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ വന്നിട്ടുള്ളതാ. ആ, കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സത്യമാണോ? സത്യമാണോന്ന് ചോദിച്ചാ, ഹോസ്റ്റലിൽ താമസിക്കുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്തിരുന്നു. ഒന്നും വർക്കൗട്ട് ആയില്ല. പക്ഷേ എന്റെ ചില ഫ്രണ്ട്സ് പറയുന്നത് സംഗതി ഉള്ളതാന്നാ. നമ്മൾ വിളിച്ച ഗോസ്റ്റ് വരും അത്രേ. നിന്റെ അടുത്ത് എന്തിനു വേറെ ഗോസ്റ്റ്? നീ തന്നെ ഒരു ഗോസ്റ്റ് അല്ലേ? ഒന്ന് പോകച്ചേണീറ്റ്. നമുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ പ്രീതി? അയ്യോ, വേണ്ട വേണ്ട, എനിക്കതൊക്കെ പേടിയാ. എന്തിനാ പേടിക്കുന്നേ? നമ്മള് രണ്ടുപേരില്ലേ ഇവിടെ? അതിനിവിടെ ഓജോ ബോർഡൊന്നും ഇല്ലല്ലോ. ആ, അത് ശരിയാ. സത്യത്തിൽ ഈ ബോർഡിന്റെയും കോയിന്റെയും ഒന്നും ആവശ്യമില്ല. സാഹചര്യവും സന്ദർഭവും അനുകൂലമാണെങ്കിൽ ദാ ഇങ്ങനെ. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. Good spirit, please come. Good spirit, please come. ഞാൻ ഈ ഗ്ലാസ് കഴുകിക്കൊണ്ട് വന്നിട്ടേ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഒരു രസം. ഒരു മിനിറ്റ്. അയ്യോ, സുസ്മി, 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 കണ്ണു തുറക്ക്. എഴുന്നേൽക്ക്. എന്നെ കണ്ട് ഇവള് ഗോസ്റ്റ് ആണെന്ന് കരുതിയതാ. ഇപ്പം ഇതിനിവിടെ ഇങ്ങനെ കിടത്തിയ എങ്ങനെ? തൽക്കാലം ബോധമില്ലല്ലോ. നമുക്ക് ആലോചിക്കാം അർജുനേട്ടാ. സുസ്മി, അർജുനേട്ട പിടിക്ക്. ആദ്യം നമുക്ക് ബെഡിലേക്ക് കിടത്താം.
ഗോസ്റ്റ് ഇവിടെ. ആ ബെസ്റ്റ്. അപ്പൊ നിനക്ക് കണ്ട് പ്രയത്നയാണ്. ഗോസ്റ്റ്, ഞാൻ അതിനെ കണ്ടതാ. ആണാ? എടി നീ കണ്ടായിരുന്ന പ്രയത്തിനെ? ഏയ്, ഞാനൊന്നും കണ്ടില്ല. ഓജോബോർഡിന്റെ കാര്യം പറഞ്ഞ് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു സുസ്മിത. അതിനിടയില ഇങ്ങനെ ബോധം കെട്ട് വീണത്. അത് മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും. അത് ശരി. എന്റെ മോൾക്ക് തോന്നിയതാവും പ്രേതം വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. തലയ്ക്ക് അടികിട്ടി മരിച്ച ആരുടെ ആത്മാവാ ഇവിടെ വന്നത്. തലയിലൊരു കെട്ടുണ്ടായിരുന്നു ആ പ്രേതത്തിന്. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വന്നേ. ഒക്കെ നിന്റെ തോന്നലാണോ നമുക്ക് നോക്കി കളയല്ലോ. വാ, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ബാത്റൂം തുറന്നു നോക്കാം. അയ്യോ വേണ്ട, എനിക്ക് ഈ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ പോയാൽ മതി. പക്ഷേ കുറച്ചുനേരം സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ സുസ്മി ഇവിടെ വന്നത്? ആ സംസാരമൊക്കെ വെളിയിൽ വെച്ച്, അതും പകല്. ഞാൻ പോട്ടെ, എനിക്ക് പോണം. സാർ, ഇതാണ് ആന്റി അർജുൻ ശങ്കറിന്റെ കോൾ ലിസ്റ്റ്. യെസ്, എന്റെ സംശയം ശരിയാ സുരേഷ്. ഇതല്ലേ അർജുന്റെ ഫോണിലേക്ക് ഒന്ന് അവസാന കോൾ? അതെ. ഇത് അവളുടെ നമ്പറാണ്, പ്രീതിയുടെ. അതായത് സത്യഭാമയുടെ മകളുടെ. അതുകൊണ്ടെന്താ, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ സ്വാഭാവികമല്ലേ? അതത്ര സ്വാഭാവികമല്ല സുരേഷ്. അവര് തമ്മിൽ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പ്രീതിയെ വിളിക്കുന്നതിൽ നിന്ന് ഞാൻ അർജുനെ വിലക്കിയിരുന്നു. സത്യഭാമയും അങ്ങനെ തന്നെ. അർജുനെ കാണുകയോ സംസാരിക്കുകയോ അരുതെന്ന് പ്രീതിയോട് കർശനമായി പറഞ്ഞിട്ടുണ്ട് സത്യഭാമ. എങ്കിലും വിലക്ക് ലംഘിച്ച് രണ്ടുപേരും പരസ്പരം വിളിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒന്നിച്ച് ജീവിക്കാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചത് ആ സംഭവമായിരുന്നു. ഏത് സംഭവം? ഞാൻ സുരേഷിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഒരു പെണ്ണുകാണൽ ചടങ്ങിനെ കുറിച്ച്. ഒരു മാറ്റക്കല്യാണത്തിന്റെ ആലോചനയായിരുന്നു അത്. അർജുന്റെ അനിയത്തിയെ വിവാഹം കഴിക്കുന്ന പയ്യന്റെ സഹോദരിയെ അർജുൻ വിവാഹം കഴിക്കണം, ഇതായിരുന്നു ധാരണ. പക്ഷേ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സത്യഭാമ വന്ന് കയറി. അപ്പോഴാണ് സത്യഭാമയുടെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോ എന്ത് സംഭവിച്ചു? അർജുനെ കൊണ്ട് വീണ്ടും പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടിക്കുമെന്ന് സത്യഭാമ എന്നെ വെല്ലുവിളിച്ചു. അവരുടെ മനസ്സിൽ അർജുനോട് അത്ര വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അർജുൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ എല്ലാം മറന്ന് അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാമെന്ന് സത്യഭാമ പറഞ്ഞിട്ടുള്ളതാ. ചുരുക്കി പറഞ്ഞ മകളെ എങ്ങനെയെങ്കിലും അർജുന്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അർജുന് വേറെ വിവാഹാലോചന നടക്കുന്നെന്ന് കണ്ടപ്പോ സത്യഭാമയ്ക്ക് ഭ്രാന്ത് കയറി. ഗുണ്ടാ നേതാവായ മകനെ അവർ ഉടൻ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അവര് പറഞ്ഞത് അർജുന്റെ വിവാഹാലോചനയുമായി പടി കയറുന്നവരുടെ കാല് വിട്ടുവെന്ന്. പിന്നീട് ആ വൈരാഗ്യത്തിൽ അവർ അർജുനെ അപായപ്പെടുത്തിയെന്നാണോ ആന്റിയുടെ സംശയം? അല്ല, ഇപ്പോഴെന്റെ സംശയം മറ്റൊന്നാ. തന്നെ ഉപേക്ഷിച്ച് അർജുൻ വേറൊരു വിവാഹത്തിന് തുനിയുമെന്ന് മനസ്സിലാക്കിയ പ്രീതിയും അവനെതിരെ തിരിഞ്ഞതാ. പക്ഷേ പുറമേ അവളത് കാണിക്കാതെ സത്യഭാമയുടെ ഉപദേശപ്രകാരം അടുപ്പം നടിച്ച് അവൾ എവിടേക്കെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവണം. അവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അടുപ്പം ഭാവിച്ചോ അർജുനെ സത്യഭാമയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവന്റെ മനസ്സ് മാറ്റിയെടുക്കാനും പ്രീതിയെ പിന്നെയും തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് സത്യഭാമ. ചുരുക്കി പറഞ്ഞ അർജുൻ അവരുടെ വീട്ടിൽ തന്നെ കാണുമെന്നുള്ളത് 100% ഉറപ്പാ. ആയിക്കോട്ടെ, അർജുന്റെ സമ്മതത്തോടെയാണതെങ്കിൽ പിന്നെന്താ കുഴപ്പം?
അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സമ്മതത്തോടെയാണെങ്കിൽ പിന്നെ എന്തിന് അർജുൻ ഫോൺ ഓഫാക്കി വെക്കണം? ഇത് കിഡ്നാപ്പിംഗ് തന്നെയാണ് സുരേഷ്. 100% തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കൽ. ആ വീട് സെർച്ച് ചെയ്തേ പറ്റൂ ഇപ്പൊ തന്നെ. പ്രീതി, ഡോക്ടർ പറഞ്ഞ മണിക്കൂറുകൾ ഇപ്പോ കഴിഞ്ഞല്ലോ. ഓർമ്മയുണ്ട്. അർജുനേട്ടന് പോണോന്നായല്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? സാഹചര്യങ്ങൾ നിനക്കും അറിയാലോ. ഇപ്പോ നിന്റെ അമ്മയെങ്ങനെ എന്നെ കണ്ടാൽ? അറിയാം. ഏത് നിമിഷവും ഞാൻ പേടിക്കുന്ന കാര്യം അത്. ഭാവിയിലെങ്കിലും നമുക്ക് നല്ല നടക്കണമെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. എനിക്ക് പുറത്തു കിടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് നീ ഇപ്പോ നോക്ക് പ്ലീസ്. നല്ല കുട്ടിയല്ലേ, ചെല്ല്. സത്യാമ്മയോ ആ സെർവന്റോ താഴെയുണ്ടോന്ന് നോക്കിയിട്ട് വന്നാ മതി. ചെല്ലേ. കുറച്ചുകൂടി കഴിക്കും മോനെ. പിള്ളേർക്ക് അത് മതി. ആ മതി, എങ്കിൽ മതി. അല്ല, നീ എന്താ വൈകിയേ? ഞാൻ ജയ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. വാ മോളെ, വന്നിരുന്ന് കഴിക്ക്. വാ. എന്താ രണ്ടുപേരും കൂടി കണ്ണുകൾ കൊണ്ടൊരു കഥകളി? ഒന്നുമില്ലമ്മ, അവളോട് ഭക്ഷണം കഴിക്കാൻ പറയായിരുന്നു. കഴിക്കടി, ഞാൻ പുറത്തു പോയിട്ട് വരാം. എടാ, ഇന്ന് എവിടെയാ? പച്ചക്കറി മാർക്കറ്റില്. വിഷ്ണു, പിന്നെ നീയും കൂടെ അറിയാനൊരു വിശേഷമുണ്ട്. വിവാഹ വാർഷികം ആയതുകൊണ്ട് ഇവളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി നേരത്തെ പറയാതിരുന്നതാ. ആ വസുമതിയുടെ മകൻ അർജുനെ കാണാനില്ല. പോലീസിന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അവന് ഇവിടെ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാ വസുമതിയുടെ സംശയം. ഇപ്പോ പോലീസിന്റെ സെർച്ച് വാറന്റിന് വേണ്ടി നടക്കുക. ഏത് നിമിഷവും അവരിങ്ങെത്തും.